ഭാഗം 32. അത്രയ്ക്ക് ആ പാവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവനെക്കുറിച്ച് കള്ളങ്ങൾ ഉണ്ടാക്കാൻ നീ ആരെയൊക്കെയാണ് കൂട്ടുപിടിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി. തനിക്ക് ഒരു മുഴം മുൻപേ വിവേക് എറിഞ്ഞിട്ടുണ്ട് എന്ന് ദിവ്യയ്ക്ക് മനസ്സിലായിരുന്നു. ഒന്നും സംസാരിക്കാൻ കഴിയാതെ മരവിച്ച അവസ്ഥയിലായിരുന്നു ദിവ്യ. അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അയാൾ എന്തൊക്കെയോ അച്ഛനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. എനിക്കറിയില്ല എന്താണെന്ന്. വിശ്വസിക്കരുത് അയാളെ. ദിവ്യയുടെ വാക്കുകൾ ആ വീട്ടിൽ പ്രതിധ്വനിച്ചു. പിന്നെ ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? നിന്നെയോ? ഒരല്പം പോലും എന്റെ സ്നേഹത്തിന് വില തരാതെ നിന്നെ ഞാൻ വിശ്വസിക്കണമല്ലേ? കണ്ട കോളനിക്കാരുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കണോ? ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല ഞാൻ. അതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. നീയും അവനും തമ്മിൽ പ്രേമത്തിലാണോ? ഞാൻ കേട്ട കഥകളൊക്കെ സത്യമാണോ? കണ്ണുനീർ തുടച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി ഉറച്ച മനസ്സോടെയാണ് അവൾ പിന്നീട് സംസാരിച്ചത്. അച്ഛൻ കേട്ടതൊക്കെ സത്യമാണ്. പറഞ്ഞത് അയാളാണെങ്കിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ സത്യങ്ങൾ കൂടി അല്ലാതെ കുറച്ച് സത്യങ്ങൾ കൂടിയുണ്ട്. ഞാനും അനുവേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ്. പക്ഷെ അയാൾ പറഞ്ഞതുപോലെ എന്റെ സ്വത്ത് മോഹിച്ചു വന്നതല്ല. വർഷങ്ങളായി ഞാൻ പിന്നാലെ നടന്നതാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആളെ. അനുവേട്ടന്റെ കൂടെയുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കണ്ടോടി, വളർത്തി വലുതാക്കി വെച്ചതിന്റെ ഗുണങ്ങൾ കണ്ടു. സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കി അയാൾ അത് പറഞ്ഞപ്പോൾ കരയാനല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാ സത്യം നീ പറയുന്നത്? അവളുടെ തോളിൽ ഒരു അടി കൊടുത്തുകൊണ്ട് സുഭദ്ര ചോദിച്ചു. ഒരാളെ സ്നേഹിക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ? സ്നേഹിച്ച ആൾക്കൊപ്പം ജീവിക്കണമെന്ന് പറയുന്നത് വലിയ മഹാപാപമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ദിവ്യയ്ക്ക് സഹി കെട്ടു. ഒരു കാര്യം മനസ്സിലാക്കുക, എന്റെ ജീവിതമാണ്. എനിക്ക് വിവേകിനെ ഇഷ്ടമല്ല. ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയുകയുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ആളിനൊപ്പമല്ലേ ഞാൻ ജീവിക്കേണ്ടത്? അല്ലാതെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കണോ? ദിവ്യ ചോദിച്ചു. നിന്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ല. 22 വയസ്സ് വരെ നിന്റെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത്. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്നും നല്ല കാര്യങ്ങൾ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതിൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. നിന്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ ഇത്രയും കാലം നിന്നെ ഞാൻ വളർത്തിയത്? നിന്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ നല്ല സ്കൂളിലും കോളേജിലും ഒക്കെ നിന്നെ വിട്ടത്? നിന്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ നല്ല ഭക്ഷണവും വസ്ത്രവും നിനക്ക് നൽകിയത്? അതുപോലെ എന്റെ കടമയായിരുന്നു. അതുപോലെ തന്നെ വിവാഹം കടമയാണ്. നീ തിരഞ്ഞെടുക്കുന്നതിലും ഒരുപടി മുകളിലേ ഞാൻ തിരഞ്ഞെടുക്കൂ. വിവേകിനെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഇഷ്ടപ്പെടുന്ന മറ്റാരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, കോളനിയിലെ ആ ചെറുക്കനെ ഒഴിച്ച്. വിശ്വൻ അവസാന തീരുമാനം പറഞ്ഞു. അച്ഛാ, എനിക്ക് മറ്റാരെയും ഇഷ്ടമല്ല. ഈ ജീവിതത്തിൽ എനിക്ക് ഒരു വിവാഹമുണ്ടെങ്കിൽ അത് അനുവേട്ടൻ മാത്രമായിരിക്കും. നിന്റെ വാശിയാണോ? അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വാശിയല്ല, തീരുമാനം, അല്ലെങ്കിൽ അപേക്ഷ. എങ്കിൽ 1 മാസത്തിനുള്ളിൽ നിന്റെ കല്യാണം വിവേകമായിട്ട് തന്നെ ഞാൻ നടത്തിയിരിക്കും. ഒന്നും മിണ്ടാതെ വിശ്വൻ അകത്തേക്ക് പോയപ്പോൾ ദീപക് ഒഴികെ ബാക്കി എല്ലാവരും അവളെ ഒരു തെറ്റുകാരി പോലെയാണ് നോക്കി നടന്നു നീങ്ങിയത്. കണ്ണുനീർ കവളിനെ മൂടിയപ്പോഴും അവൾ മുറിയിലേക്ക് ഓടിയിരുന്നു. ഒന്നും മിണ്ടാതെ കഥകടച്ച് കുറ്റിയിട്ടു. വേഗം ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചു. വിളിക്കാനുള്ള മെസ്സേജ് കണ്ടപ്പോൾ തന്നെ അനന്തുവിന്റെ കോൾ എത്തിയിരുന്നു. കണ്ണുനീർ ശകലങ്ങളോടെയാണ് ആ ഫോൺ കോൾ അവനെ വരവേറ്റത്. എന്താ ദിവ്യ, എന്തു പറ്റി? അവളുടെ ഏങ്ങലടി കേട്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ഒരു വേദന നാം പെട്ടിരുന്നു. അച്ഛൻ എല്ലാം അറിഞ്ഞു. എന്നോട് ചോദിച്ചു. ആരോ പറഞ്ഞു. അനുവേട്ടൻ എന്നെ കൊണ്ട് ബൈക്കിൽ അവിടെ വന്ന് പിന്നെ വിവേകും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അച്ഛനെ എരി കയറ്റിയിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര വഴക്കായിരുന്നു. 1 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം വിവേക് ചേട്ടനുമായിട്ട് നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനു മുൻപ് ഇത്രയും ദേഷ്യത്തോട് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എനിക്ക് പേടിയാവുന്നു. നീ വിഷമിക്കാതെ. ചിലപ്പോൾ ഒരു വാശിയുടെ പുറത്ത് പറഞ്ഞതായിരിക്കും 1 മാസം കൊണ്ട് വിവാഹം നടത്തുമെന്നൊക്കെ. അല്ല, അച്ഛൻ അങ്ങനെ പറഞ്ഞോ അത് ചെയ്തിരിക്കും, ഉറപ്പാണ്. പൊതുവെ എല്ലാവരോടും വളരെ സ്നേഹത്തോട് സംസാരിക്കുന്നതാണ്. ഇതുവരെ ഇത്രയും ദേഷ്യത്തോട് സംസാരിച്ചിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് പേടിയാവുന്നു. എന്തൊക്കെയോ കളി വിവേക് കളിക്കുന്നുണ്ട്. മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ 1 നിമിഷം പോലും പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഏങ്ങലടിയോടെ അവൾ പറഞ്ഞു. ദിവ്യ, എന്തൊക്കെയാണ് നീ പറയുന്നത്? ഞാൻ ജീവനോടിരിക്കുമ്പോൾ നിന്റെ കഴുത്തിൽ മറ്റാരും താലി കെട്ടില്ല. അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. നിന്റെ അച്ഛനല്ലേ ഒന്ന് വഴക്ക് പറഞ്ഞു. ഏതൊരു അച്ഛനും ഒരു പുരുഷനൊപ്പം മകളെ കണ്ടു എന്നറിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും ചെയ്തുള്ളൂ. അതിന്റെ പേരിൽ നീ ഇങ്ങനെ പറയാമോ? അനന്തു ശാസിച്ചു. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞതല്ല എന്റെ പ്രശ്നം. ഞാൻ ഇത്രയൊക്കെ അയാളെ പറ്റി പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ എന്നോട് 1 മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. നിന്റെ അച്ഛന്റെ മാനസികാവസ്ഥ കൂടി നീ ഒന്ന് മനസ്സിലാക്കൂ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനാണിത്. അവൻ പറയുന്നത് അത്രത്തോളം വിശ്വസ്തയോടെ ആ മനുഷ്യൻ എടുക്കൂ. എനിക്ക് പേടിയാവുന്നു. എനിക്കൊരു സമാധാനം തോന്നുന്നില്ല. ഞാൻ ഇറങ്ങി വന്നാൽ അനുചേട്ടൻ എവിടെയെങ്കിലും കൊണ്ടുപോകുമോ? 1 നിമിഷം അവളുടെ ചോദ്യം അവനിലും ഒരു അമ്പരപ്പ് സൃഷ്ടിച്ചു. ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിക്കാത്തയാളാണ്. അത്രമാത്രം മനസ്സിൽ വേദന നിറഞ്ഞിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായിരുന്നു. ഇല്ല, അവന്റെ ആ മറുപടി അവൾ തകർന്നു പോയിരുന്നു. അനുവേട്ട, വിശ്വാസം വരാതെ അവൾ ഒരിക്കൽ കൂടി വിളിച്ചു. നിന്റെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ച് ഞാൻ നിന്നെ എവിടേക്കും കൊണ്ടുപോവില്ല.
അതാണോ നീ ആഗ്രഹിക്കുന്നത്? അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നാളെ നിന്റെ വീട്ടിൽ വരും. നിന്റെ അച്ഛനോട് സംസാരിക്കും. അദ്ദേഹം എങ്ങനെയൊക്കെ എന്നെ നാണം കെടുത്തിയാലും അവഹേളിച്ചാലും സാരമില്ല. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ അത് അപ്പോൾ നോക്കാം. പക്ഷെ ഇത്രയുമായ സ്ഥിതിക്ക് അവിടെ വന്ന് അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത് എന്റെ കടമയാണ്. ആ രാത്രി രണ്ടുപേർക്കും നിർണായകമായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. രാവിലെ അച്ഛൻ്റെ ഉയർത്തിയുള്ള സംസാരം കേട്ടാണ് അവൾ ഉണർന്നത്. പെട്ടെന്ന് തന്നെ ഉമ്മറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അച്ഛന് മുൻപിൽ നിൽക്കുന്ന അനന്തു ആണെന്ന് ഉറപ്പുവരുത്താൻ ഒരിക്കൽ കൂടി അവൾ കണ്ണുകൾ തിരുമ്മി നോക്കിയിരുന്നു. എവിടേക്കാ നീ? എങ്ങോട്ടാ ഇത്രയും ധൃതിയിൽ പോകുന്നത്? ആരെ കണ്ടിട്ടാണ് ഈ പോക്ക്? സുഭദ്ര അവൾക്ക് അരികിലേക്ക് ചെന്ന് ചോദിച്ചു. ഒരു നിമിഷം അവരോട് എന്ത് മറുപടി പറയണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ഇന്നലെ അച്ഛന്റെ അരികിൽ നിന്നിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവനൊന്ന് പോകട്ടെ, ഞാൻ മറുപടി പറയാം. ഇത്രയും പറഞ്ഞ് ബലമായി തന്നെ സുഭദ്ര അവളെ പിടിച്ചു നിർത്തി. ഉമ്മറത്തെ സംസാരങ്ങൾ അവൾക്ക് കേൾക്കാമായിരുന്നു. ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അച്ഛനെന്ന മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അനന്തു. നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ വഴിയെ കൂടെ പോകുന്നവർക്കും വരുന്നവർക്കും ഒന്നും കയറി വരാനുള്ള സ്ഥലമല്ലിത്. എന്റെ വീടാണ്. അച്ഛന്റെ മറുപടി ഹൃദയം തകർക്കുന്നതെങ്കിലും പ്രതികരിച്ചിരുന്നില്ല അവൻ. ഞാൻ വന്നത് എന്തിനാണെന്ന് ദിവ്യയുടെ അച്ഛന് നന്നായിട്ടറിയാം. ദിവ്യ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ദിവ്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവളെ നോക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ഒന്ന് കാത്തിരിക്കണം. നിങ്ങൾക്ക് ഒരു നാണക്കേടും ഉണ്ടാകാത്ത ഒരു പദവിയിൽ തന്നെ ഞാൻ ഇവിടെ വരും. അന്ന് ദിവ്യ എന്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് തോന്നിയാൽ മാത്രം ഈ കൈകൾ കൊണ്ട് എന്റെ കയ്യിൽ നൽകിയാൽ മതി. അതിന് കുറച്ച് സാവകാശം എനിക്ക് തരണം. എന്റെ വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം ഇതിന് ഞാൻ നിനക്ക് മറുപടി തരുന്നില്ല. എന്ത് യോഗ്യതയുടെ നിനക്ക് എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളെ നിനക്ക് വിവാഹം ആലോചിക്കാൻ? കണ്ണും കൈയും കാട്ടി പ്രേമിച്ച് വശത്താക്കി വച്ചതിന് ശേഷം ഇവിടെ വന്ന് എന്നോട് ധൈര്യത്തോടെ നീ പറയുന്നു. അല്ലെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തിയ പെൺമക്കളെ കണ്ണും കലാശവും കാണിച്ച് വളച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവളുടെ അച്ഛന്റെ മുൻപിൽ നിന്ന് പറയാൻ നിനക്കും നിന്നെ പോലുള്ള വർഗങ്ങൾക്കും യാതൊരു നാണക്കേടും ഉണ്ടാകില്ല. നീയൊക്കെ ഒരു അച്ഛനാകുമ്പോൾ മാത്രമേ അതിന്റെ വേദന മനസ്സിലാകൂ. ഇടറി തുടങ്ങി അയാൾ. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, കേൾക്കാൻ തയ്യാറാണ് ഞാൻ. ചെയ്തത് തെറ്റാണ്. പക്ഷെ ഒരിക്കലും സാർ വിചാരിക്കുന്നത് പോലെ അവളെ സ്വത്ത് മോഹിച്ച പണം കണ്ടല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്. എന്നെ മോഹിപ്പിച്ചത് അവളുടെ സ്നേഹം മാത്രമാണ്. അതിന് കാരണവും അവളെ വളർത്തിയെടുത്ത ഈ അച്ഛനായിരിക്കുമല്ലോ. ഏതൊരു പുരുഷനും ആഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് നല്ലൊരു പെൺകുട്ടി കടന്നു വരണമെന്നാണ്. സ്നേഹവും പരിചരണവും വാത്സല്യവും കരുതലും ഒക്കെ നൽകുന്ന ഒരു നല്ല പെൺകുട്ടി. അതുമാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അവളുടെ സമ്പത്തും അതാണ്. വേറെ ഒന്നും വേണ്ട എനിക്ക്. അവളുടെ സമ്പാദ്യങ്ങളൊന്നും എനിക്ക് വേണ്ട. അവളെ മാത്രം മതി. അതും അവളുടെ ആഗ്രഹം പോലെ, നിങ്ങളുടെ പൂർണ്ണമായ സമ്മതത്തോടെ. ദിവ്യയുടെ അച്ഛൻ ഒരിക്കലും നാണക്കേടുണ്ടാവാത്തൊരവസ്ഥയിൽ എത്തിയതിനു ശേഷം മാത്രം വിവാഹം നടന്നാൽ മതി. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഇത്രയും നേരം ഞാൻ നീ പറഞ്ഞതൊക്കെ കേട്ടു നിന്നത് എന്റെ ഉമ്മറത്ത് നിന്നാണല്ലോ നീ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നു. ഏത് ഗതിയില്ലാത്തവന് കൈ പിടിച്ചു കൊടുത്താലും അവളെ നിനക്ക് തരില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഓർത്തു. അവളുടെ കല്യാണം ഞാൻ നടത്തും, ഉടനെ തന്നെ. വിശ്വൻ പൊട്ടിത്തെറിച്ചു. എന്തിനാണ് ഇത്ര വാശി? ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ഞാൻ ഒരു ദോഷം ഉണ്ടാക്കില്ല. കാണുന്നതോ സംസാരിക്കുന്നതോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല. അതിന്റെ പേരിൽ എന്നോടുള്ള വാശിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. അവളുടെ വിവാഹം ഇപ്പോൾ നടത്തേണ്ടതല്ലോ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ? അനന്തു അപേക്ഷിച്ചു. എന്റെ മോളുടെ കല്യാണം എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ വഴിയിൽ നിന്നും കയറി വന്നവരല്ല. ഇനി മേലാൽ ഇത് പറഞ്ഞ് എന്റെ വീട്ടുമുറ്റത്ത് നീ വരരുത്. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അകത്തേക്ക് കയറി വാതിൽ കൊട്ടി അടച്ചു. അപ്പോൾ ദേഷ്യമാണോ സങ്കടമാണോ തോന്നിയതെന്ന് അനന്തുവിന് അറിയില്ല. ഇത്രയും സമാധാനപരമായി താൻ ഒരാളോട് സംസാരിക്കുന്നത് തന്നെ ഇതാദ്യമാണ്. അവൾക്ക് വേണ്ടി ആരുടെയും കാലു പിടിക്കാം എന്ന് ആ നിമിഷം അവൻ തയ്യാറായിരുന്നു എന്നതാണ് സത്യം. അച്ഛൻ ഇത്രത്തോളം അവനെ നാണം കെടുത്തി വിടുമെന്ന് വിചാരിച്ചിരുന്നില്ല അവൾക്ക് കരച്ചിൽ വന്നിരുന്നു. ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയ വിശ്വൻ ഷർട്ടുമെടുത്ത് ആരോടും ഒന്നും പറയാതെ നേരെ കടയിലേക്ക് നടന്നു. ഉമ്മറപ്പടി കഴിഞ്ഞപ്പോഴാണ് വിവേകിനെ അയാൾ കണ്ടത്. എല്ലാം സത്യമാണ് അല്ലേ അമ്മാവ? പരമാവധി നിഷ്കളങ്കത വരുത്തി അവൻ ചോദിച്ചു. അത് പിന്നെ മോനെ, എനിക്കറിയാമായിരുന്നു. അവന് വിവാഹം കഴിക്കാനൊന്നുമല്ല, അവളുടെ സ്വത്തും പണവും ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അമ്മാവ. അവനെ എനിക്ക് പഠിക്കുന്ന കാലം മുതലേ അറിയാം. അവൻ ഭൂലോക ഉടായിപ്പാണ്. അവൾക്ക് പക്ഷേ അത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല മോനെ. അവൻ എന്തോ കൈവശം കൊടുത്തിരിക്കുന്നു എൻ്റെ കുട്ടിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ. അവളുടെ പ്രായത്തിന്റെ കുഴപ്പമാണ് അമ്മാവ. ഒരാൾ വന്ന് ചിരിച്ചു കാണിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആരും മൂക്കും കുത്തി വീണു പോകുന്ന പ്രായം. ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല അവൾ. ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേ ഈ വഴികളെപ്പറ്റി ചിന്തിക്കൂ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മാവൻ വിഷമിക്കാതെ. അമ്മാവന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അമ്മാവൻ വിഷമിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദിവ്യയ്ക്കൊരു അബദ്ധം പറ്റി. അവൾ ഒരാളെ സ്നേഹിച്ചു. അതിനവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ.
പഞ്ചാര വാക്കുകളുമായിട്ട് ഓരോരുത്തർ വന്നാൽ ഏത് പെൺകുട്ടിയും വീണു പോകും. അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒരു പ്രണയമുണ്ടെന്ന് പറയുന്നതൊന്നും അത്ര വലിയ തെറ്റല്ല മാവ. മാത്രമല്ല അവളുടെ പക്വതക്കുറവിൽ സംഭവിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മാവന് സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ അവളെ വിവാഹം കഴിച്ചുകൊള്ളാം. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. പതുക്കെ അവനെ മറന്ന് എന്നെ സ്നേഹിക്കാൻ എപ്പോഴെങ്കിലും അവൾക്ക് സാധിക്കും. സാധിക്കാതിരിക്കില്ല. കണ്ണുകളിൽ വേദന നിറച്ച് അവനത് പറഞ്ഞപ്പോൾ നന്ദിയോടെയാണ് വിശ്വൻ അവന്റെ മുഖത്തേക്ക് നോക്കിയത്. നീ എന്താ ഈ പറയുന്നത്? അവളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അത്രമാത്രം കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ മാമ. അവൾ ഒരാളെ പ്രണയിച്ചു, അതിന് എന്ത് കുഴപ്പം? ഇനിയിപ്പോൾ അവൾ അവരോടൊപ്പം ഇറങ്ങിപ്പോയിട്ട് തിരികെ വന്നതാണെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല. എനിക്കിഷ്ടം ദിവ്യയെ മാത്രമാണ്. കുട്ടിക്കാലം മുതലേ അമ്മാവനും അമ്മയും ഒക്കെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു തന്ന ഇഷ്ടമാണ്. ഇക്കണ്ട ജീവിതകാലം മുഴുവൻ അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ദിവ്യയെ ഞാൻ മറക്കുന്നതിലും എളുപ്പം അവൾക്ക് അവനുമായി ഉണ്ടായിരുന്ന ഇഷ്ടം ഞാൻ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ്. അവളെ മറന്നാൽ പിന്നെ ഞാനില്ല. അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിച്ചു പോയി. എന്നെങ്കിലും ഒരിക്കൽ എന്റെ സ്നേഹം തിരിച്ചറിയും അവൾ. ആവശ്യമുള്ള സമയം അവൾ എടുത്തോട്ടെ. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അവൾ എന്റെ സ്വന്തമാണെന്ന വിശ്വാസം മാത്രം മതി. അതുകൊണ്ട് ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിലും വലിയ സമാധാനമൊന്നും എനിക്കില്ല മാവ. സമ്മതമാണെങ്കിൽ ഈ വട്ടം ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ദിവ്യയുമായുള്ള കല്യാണം നമുക്ക് നടത്താം. അമ്മയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അവന്റെ വാക്കുകൾ കേട്ട് കണ്ണുനീരോടെ വിശ്വൻ അവന് മുൻപിൽ കൈകൂപ്പി. അവരയാളെ ചേർത്ത് പിടിച്ചു. അയാളെ ആശ്വസിപ്പിച്ചു. തന്റെ തന്ത്രം വിജയിച്ചു എന്നൊരു സന്തോഷവും അവന്റെ മുഖത്ത് മിന്നി മറഞ്ഞു. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.